ഹായ് ഫ്രണ്ട്സ്, കോവിഡിന് ശേഷം നടന്ന സ്റ്റോക്ക് മാർക്കറ്റ് റാലിയിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തതെന്ന് ഡാറ്റകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 5 വർഷം നിഫ്റ്റിയേക്കാളും സെൻസെക്സിനേക്കാളും ഇരട്ടി റിട്ടേണാണ് BSEയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നൽകിയ റിട്ടേൺ. BSEയുടെ നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 950ഓളം സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ്. അതായത് ടോപ്പ് 250 സ്റ്റോക്കുകൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഈ 5 വർഷം 236% റിട്ടേണാണ് ഈ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നൽകിയത്. എന്നാൽ നിഫ്റ്റി 50യുടെയും സെൻസെക്സിൻ്റെയും ഇൻഡെക്സ് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം 101% മുതൽ 103% വരെ ഉള്ള ഒരു റിട്ടേണാണ് നൽകിയത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് സെൻസെക്സിനേക്കാൾ 3 ഇരട്ടി റിട്ടേൺ നൽകിയതായി കാണാം. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 64% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി സെൻസെക്സ് 20%വും നിഫ്റ്റി 50 24% റിട്ടേണാണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയത്. ഇനി കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് 26% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി സെൻസെക്സ് 10% റിട്ടേണും അതേപോലെ നിഫ്റ്റി 50 12% റിട്ടേണും മാത്രമാണ് നൽകിയത്. അപ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ അലോക്കേഷൻ നമ്മുടെ പോർട്ട്ഫോളിയോക്ക് ഒരു ഗ്രോത്ത് നൽകാൻ സഹായിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളേക്കാൾ റിസ്ക്കിയാണ് സ്മോൾ ക്യാപ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഷാർപ്പ് ഫോള് നമ്മുടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളേക്കാൾ വേഗത്തിൽ താഴേക്ക് പോകുന്നത് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണെന്ന് കാണാം. കൂടാതെ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ താഴേക്ക് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ താഴേക്ക് പോയാൽ അത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അത് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ മൊത്തം പോർട്ട്ഫോളിയോയുടെ ക്യാപിറ്റലിൻ്റെ ഒരു 15 മുതൽ 20% കൂടുതൽ നമ്മൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് റിസ്ക് മിനിമൈസ് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഇവിടെ 4 സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും നല്ല തോതിൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. കൂടാതെ ഇതൊക്കെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കൂടിയാണ്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പല വിദേശ രാജ്യങ്ങളിലെയും ക്ലയൻസിന് IT മേഖലയിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പാർട്ട്ണർ ആയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഇവിടെ പറയുന്ന സാക്സോഫ്റ്റ് എന്ന കമ്പനി. ഇതാണ് നമ്മുടെ ആദ്യത്തെ കമ്പനി. തങ്ങളുടെ IT സർവീസ് ബിസിനസ്സിലൂടെ നേടുന്ന റവന്യൂവിൻ്റെ 28% ഇവർ നേടുന്നത് USA നിന്നും 25% ഇവർ നേടുന്നത് യൂറോപ്പിൽ നിന്നുമാണ്. കൂടാതെ 47% ബാക്കിയുള്ളത് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നുമാണ്. അപ്പോൾ ഈ സാക്സോഫ്റ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ ഈ IT കമ്പനി വളർന്നു വരുന്ന ഒരു സ്മോൾ ക്യാപ് IT കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2914 കോടി മാത്രമുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 274 രൂപയാണ്. ഇതിൻ്റെ ഹൈ പോയത് 402 വരെയാണ്. അത് അതിൻ്റെ 52 വീക്ക് ഹൈ കൂടാതെ അതിൻ്റെ ഓൾ ടൈം ഹൈ കൂടിയാണ് 402. ആ ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പോൾ 30% ഹ്യൂജ് കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു മാസീവ് കറക്ഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 29.7ഉം ഇൻഡസ്ട്രി PE 36.4ഉമാണ്. അതായത് ഇൻഡസ്ട്രി PEയേക്കാളും താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ 5 വർഷത്തെ ഇതിൻ്റെ മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 14.4%. അതിനേക്കാളും കൂടുതലാണ് ഇപ്പോഴത്തെ PE. PEG റേഷ്യോ 0.99 ആണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇത് ഒരു അണ്ടർ വാല്യൂഡ് സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ROCE നോക്കുകയാണെങ്കിൽ 28.4 എന്നൊരു ഫിഗറാണ് കാണുക. ROE ആണെങ്കിൽ 22.7ആണ്. അതൊരു നല്ലൊരു ഫൈനാൻഷ്യൽ നമ്പറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് പ്രീവിയസ് ഇയറിലെ 4 ക്വാർട്ടറുകളും ഈ വർഷത്തെ 4 ക്വാർട്ടറുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 20% വളർച്ച കാണാം. പ്രോഫിറ്റ് ഗ്രോത്തിലും അതേപോലെ 31% വളർച്ച കാണാൻ കഴിയും. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണിത്. 0.03 ആണ് ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അതുപോലെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു സ്റ്റോക്ക് പോലും പ്ലഡ്ജ് ചെയ്തിട്ടില്ല എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 66.6% ശക്തമായൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 3% കൂടുതൽ ഏകദേശം 4% ഒരു സ്റ്റേക്കും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇതിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള 0.03% ഒരു സ്റ്റേക്കുമാണ് ഉള്ളത്.
ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 17.9 എന്നുള്ള നല്ലൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വെച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം 12% സെയിൽസ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 13% ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാക്സോക്ക് നമുക്ക് സോഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നമുക്ക് തീർച്ചയായും വാച്ച് ചെയ്യാവുന്ന ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ഈ രണ്ടാമത്തെ സ്റ്റോക്ക് ഒരു ആൽക്കഹോളിക് ബീവറേജ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കാണ്. ഇന്ത്യൻ മെയ്ഡ് ലിക്കേഴ്സും അതുപോലെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സും ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ ഈ സാനിറ്റൈസർ ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. കൂടാതെ ഇവർ മറ്റ് കമ്പനികൾക്ക് വേണ്ടി ഫ്രാഞ്ചൈസി ബോട്ടിലിംഗ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ സെഗ്മെൻറ്റിലുള്ള ആൽക്കഹോളിക് ബീവറേജ് സെഗ്മെൻറ്റിലെ എല്ലാ വാല്യൂ ചെയിനിലും ഒരു 360 ഡിഗ്രി അപ്രോച്ചോട് കൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഗ്ലോബസ് സ്പിരിറ്റ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2310 കോടിയാണ്. കറണ്ട് പ്രൈസ് 800 രൂപയാണ്. ഇതിൻ്റെ ഹൈ പോയത് 1328 വരെയാണ്. 52 വീക്ക് ഹൈ ആണ് പറയുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് 39.6% കറക്ഷൻ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈ പ്രൈസ് ഓൾ ടൈം ഹൈ പ്രൈസ് എന്ന് പറയുന്നത് 1760 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൻതോതിൽ കറക്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഗ്ലോബസ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. സ്റ്റോക്കിൻ്റെ PE 17.5 ഇൻഡസ്ട്രി PE 32.3 5 വർഷത്തെ മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 14.8 അപ്പോൾ അതിനോട് അടുത്ത് തന്നെയാണ് ഏകദേശം സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കൂടാതെ ഇതിൻ്റെ ബുക്ക് വാല്യൂ 321 പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 2.49 അത് 3ൽ താഴെയാണ് എന്നുള്ളത് തന്നെ ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ PEG റേഷ്യോ 0.23 മാത്രമാണ്. അത് 0.5നും താഴെയാണ് എന്നുള്ളത് വളരെയധികം അണ്ടർ വാല്യൂഡാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് ഒരു വാല്യൂ സ്റ്റോക്കാണ് എന്നുള്ള കാര്യം സംശയമില്ല. ROCE 18.5%, ROE 14.7%. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് 4 ക്വാർട്ടറുകളും ഈ വർഷത്തെ ക്വാർട്ടറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 15% സെയിൽസ് വളർച്ചയുണ്ട്. എന്നാൽ പ്രോഫിറ്റിൽ ഒരു 2% ഡീഗ്രോത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.38 ആണ്. അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കടമല്ല. കൂടാതെ പ്ലഡ്ജ് പെർസെൻറ്റേജ് 0.0 ആണ്. യാതൊരുവിധ സ്റ്റോക്കും ഇവർ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ 51% ഒരു ശക്തമായ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 4.65%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 1.63%ൻ്റെയും സ്റ്റേക്ക് ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 9.44% എന്നുള്ള ഒരു ചെറിയൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 16%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 65% എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് ഭാവിയിൽ ഈ സ്റ്റോക്ക് മുന്നോട്ട് കയറാനുള്ള സാധ്യതയാണ് ആ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ അടുത്ത സ്റ്റോക്ക് പാസഞ്ചർ വെഹിക്കിൾസ്, അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, 2 വീലർ 3 വീലർ പോലെയുള്ള വെഹിക്കിളുകൾക്ക് ആവശ്യമായിട്ട് വീൽ റിംസ് ഡിസൈൻ ചെയ്യുകയും അത് മാനുഫാക്ചർ ചെയ്യുന്ന ഈ രംഗത്തെ ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയായിട്ടുള്ള സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരുടെ വീൽ റിംസ് സ്റ്റീലിലും ഉണ്ട്, അലോയിലും നിർമ്മിക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ലീഡിംഗ് വാഹന നിർമ്മാതാക്കളും ഇവരുടെ ക്ലയൻസ് ആണ്. അപ്പോൾ ഈ മേഖലയിലുള്ള പ്രത്യേകിച്ച് ഈ അലോയ് വീൽസ് അതുപോലെ സ്റ്റീൽ വീൽസിൻ്റെ ആ ഒരു മേഖലയിൽ ഇവർക്ക് മാർക്കറ്റ് ലീഡിംഗ് പൊസിഷനുള്ള കമ്പനിയാണിത്. മാർക്കറ്റ് ക്യാപ്പ് 4057 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 258 രൂപ മാത്രമാണ്. ഹൈ പോയത് 299 അതുതന്നെയാണ് ഇവരുടെ ഓൾ ടൈം ഹൈയും. അവിടെ നിന്ന് ഇപ്പോൾ 14% ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 19.6 ഇൻഡസ്ട്രി PE 31.2 അപ്പോൾ ഇൻഡസ്ട്രി PEനേക്കാൾ എത്രയോ താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 15 എന്നുള്ള ഒരു നമ്പറാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ബുക്ക് വാല്യൂ ആണെങ്കിൽ 78 പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.28 അതും ഒരു ഓക്കെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. കൂടാതെ PEG റേഷ്യോ 1ൽ താഴെയാണ്, 0.93 അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്കൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് എന്ന് ഒരു നിഗമനത്തിലെത്താം. ROCE 21.4%, ROE 18.6%. സെയിൽസ് ഗ്രോത്ത് പ്രീവിയസ് ക്വാർട്ടറുകളിൽ താരതമ്യം ചെയ്യുമ്പോൾ 4.74 ഒരു ഗ്രോത്ത് സെയിൽസിലും 5.86 ഒരു ഗ്രോത്ത് പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയും.
ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.68 മാത്രമുള്ള ഈ കമ്പനി. പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജ് 4.95, ഏകദേശം 5-ൽ താഴെയാണ് ഇവരുടെ സ്റ്റോക്കുകൾ, ഇവരുടെ കയ്യിലുള്ള പ്രൊമോട്ടർ ഹോൾഡിങ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയൊരു പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജ് അല്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് 61.9% ശക്തമായ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളൊരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 6% ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 2.68 നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 10%. അതുപോലെ ഈ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഇയർ ഓൺ ഇയർ December 22 ഈ വർഷത്തെ December 2023 റിസൾട്ടുകൾ താരതമ്യം ചെയ്യുമ്പോൾ 18% ഒരു സെയിൽസ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റിലാണെങ്കിൽ 36% ഒരു വർധനവും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും നമ്മൾ തീർച്ചയായും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഒരു വാല്യൂ സ്റ്റോക്കാണ്. അടുത്തത് വിവിധ മാനുഫാക്ചറിങ് സെക്ടറുകളിലും മോട്ടോർ എക്യുപ്മെൻറ്റുകളിലും കൂടാതെ വിവിധ സെക്ടറുകളിലുള്ള മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ മോട്ടോറുകളിലും ഉപയോഗിക്കുന്ന ബെൽറ്റുകൾ അത് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ് പിക്സ് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലും ഇവരുടെ പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 1744 കോടിയുള്ള ഒരു ചെറിയ കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് 1289 രൂപ ആണ്. ഇതിൻ്റെ ഹൈ 1569, ഓൾ ടൈം ഹൈ തന്നെയാണ് ഈ 1569. ആ ഒരു 52 വീക്ക് ഹൈയിൽ നിന്നും 18% കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 22.5-ഉം ഇൻഡസ്ട്രി PE 31.7-ഉമാണ്. 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 13.7-ഉമാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്കൊരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബുക്ക് വാല്യൂ 326 രൂപയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.94 ആണ്. അപ്പോൾ അത് തീർച്ചയായും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. PEG റേഷ്യോ 0.96 ആണ്, അത് 1-ൽ താഴെയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ഫെയർലി അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ടാണ് നമുക്കിതും കാണാൻ കഴിയുന്നത്. ROC 19.5-ഉം ROE 16.6-ഉമാണ്. അത് ശക്തമായൊരു ROE ROCയുമാണ്. കൂടാതെ സെയിൽസ് ഗ്രോത്ത് 4.62%-ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 26.9%-ഉമാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.12 മാത്രമുള്ള ഈ സ്റ്റോക്ക് പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് ഒന്നും പ്ലഡ്ജ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 61.8-ൻ്റെ ശക്തമായൊരു ഹോൾഡിംഗ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 0.24-ഉം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% കൂടുതലുള്ള ശക്തമായ ഹോൾഡിംഗും ഇതിലുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 24 എന്നുള്ള ഒരു നല്ലൊരു ഫിഗറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് ക്വാർട്ടർലി റിസൾട്ടുകളിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 14.2% ഒരു സെയിൽസ് ഗ്രോത്തും 86% പ്രോഫിറ്റ് ഗ്രോത്തും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു നല്ലൊരു വളർച്ചയിലേക്ക് സ്റ്റോക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 4 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.